നമസ്കാരം സുഹൃത്തുക്കളെ, വിനീതമായി നിങ്ങളെ ഏവരെയും എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഈ ഇലക്ഷനൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് ഒരു തികച്ചും വ്യത്യസ്തമായൊരു സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ്റും കോൺഗ്രസ് ഭരണവും ബി ജെ പി ഭരണവും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ്. ഈ രണ്ട് പാർട്ടികളാണല്ലോ ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ മേജറായിട്ടുള്ള പാർട്ടികൾ. മറ്റുള്ള പാർട്ടികളൊക്കെ ചെറിയ ചെറിയ സ്റ്റേറ്റുകളിൽ ഒതുങ്ങി നിൽക്കുന്ന പാർട്ടികളാണ്. മുഖ്യധാര പൊളിറ്റിക്സിൽ, രാഷ്ട്രീയത്തിൽ ബി ജെ പിയും കോൺഗ്രസുമാണ് ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് വളരെ നിഷ്പക്ഷമായിട്ട് ഒരു വിലയിരുത്തൽ നടത്തുക. ചില മാധ്യമങ്ങളൊക്കെ പേടി ന്യൂസും ഒക്കെ നടത്തി ആളുകളെ വഴിതെറ്റിക്കാറുണ്ട്. അതിനൊന്നും ആവശ്യമില്ലാതെ നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം എന്ന ഒരു ചിന്താഗതി നമുക്ക് ഷെയർ ചെയ്യാം. സുഹൃത്തുക്കളെ, 2014 നമ്മുടെ പുവർട്ടി 21.6% ആയിട്ടാണ് മീഡിയകളും ഒക്കെ വിലയിരുത്തുന്നത്. 2014 മൻമോഹൻ സിംഗ് ഗവൺമെൻറ് മാറി ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ഇന്ത്യയുടെ എക്കോണമി 5ാം സ്ഥാനത്ത് നിന്നൊക്കെ 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നുവെന്ന് വേൾഡ് ബാങ്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ 171 മില്യൺ പീപ്പിൾ എക്സ്ട്രീം പുവർട്ടിയിൽ നിന്ന് കരകയറി എന്നൊക്കെ അവകാശപ്പെടുന്നു. യഥാർത്ഥം നമുക്കറിയത്തില്ല. എങ്കിൽ കൂടെയും ഈ തൊഴിലുറപ്പ് പദ്ധതിയും മറ്റുള്ള റൂറൽ ഡെവലപ്മെൻറ്റ്, വില്ലേജ് പദ്ധതികളൊക്കെ മുഖേന പൊതുവെ പാവപ്പെട്ട റൂറൽ ജനങ്ങൾ കൂടുതൽ പുരോഗതി കൈവരിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് കാണാം. അതേസമയം കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെൻറ്റാണ്. അവർ റൂറൽ ഏരിയസിലാണ്, അതായത് വില്ലേജ് ഏരിയസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. മറ്റേ ബി ജെ പി ഗവൺമെൻറ് കൂടുതൽ സിറ്റി ഓറിയൻറ്റഡ് ആയിട്ടാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരുപാട് മോഡേൺ റെയിൽവേകളും AC ട്രെയിനുകളും ഒക്കെ, അതേപോലെ റോഡുകളൊക്കെ ഒരുപാട് വികസനം ഉണ്ടായി. പക്ഷേ അത് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇപ്പോൾ 205 ലക്ഷം കോടിയാണ് കടം. 2014 വരെ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 65 ലക്ഷം കോടി എങ്ങാണ്ടായിരുന്നു കടം. അത് ഇത്രയും കൊല്ലങ്ങൾ കൊണ്ട് 2014 മുതൽ 12 കൊല്ലം കൊണ്ട് ഏകദേശം 205 ലക്ഷം കോടിയായി. പക്ഷേ ഒരുപാട് വികസനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. റോഡുകളും ധാരാളം എയർപോർട്ടുകളും റോഡുകളും ഒക്കെ വികസിച്ചു. പക്ഷേ അത് രാജ്യത്തിൻ്റെ വികസനമാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മെറിറ്റും ഡിമെറിറ്റും ഉണ്ട്, ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. നമുക്കിപ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മൾ നിഷ്പക്ഷമായിട്ടാണ് നോക്കുന്നത് ഏത് ഗവൺമെൻറ്റാണ് നല്ലത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വോട്ടിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് ഞാൻ എൻ്റെ അഭിപ്രായം നിഷ്പക്ഷമായിട്ട് പറയുകയാണ്. ധാരാളം ഉത്തരേന്ത്യയിലും ഇന്ത്യയിലും ഒക്കെ ധാരാളം സഞ്ചരിക്കുന്ന ഒരാളായ ഞാൻ ഇതിൽ വിലയിരുത്തുന്നുണ്ട്. ഒരു നിഷ്പക്ഷ രാഷ്ട്രീയ നിരൂപകൻ എന്ന നിലയിൽ ആണ് ഞാനിത് വിലയിരുത്തുന്നത്. നമുക്ക് ഒരു പാർട്ടിയൊന്നുമില്ല. ഞാൻ കർഷക തൊഴിലാളി പാർട്ടിക്കാരാണ്, പണിയെടുക്കുന്ന പാവങ്ങളുടെ പാർട്ടികളുടെ കൂടെയാണ്, അല്ലാതെ ഇന്ന പാർട്ടികളൊന്നുമില്ല. ഐ ആം എ പ്രൊഫഷണൽ, ഞാൻ പ്രൊഫഷണലാണ്. എങ്കിലും നമ്മളിപ്പോൾ വിലയിരുത്തുമ്പോൾ നമ്മളുടെ ഈ ഭരണത്തിൽ ഏത് പാർട്ടി കയറിയാലും പൊതുവെ ദരിദ്രനെന്നും ദരിദ്രനായിട്ട് നിൽക്കും. ഇവരുടെ രാഷ്ട്രീയ തന്ത്രകുതന്ത്രങ്ങൾക്കിടയിൽ പാവങ്ങൾ വിസ്മരിക്കപ്പെടുകയാണ് പൊതുവെ ചെയ്യുന്നത്. നമ്മളിപ്പോഴും ഒരു മിഡിൽ രാഷ്ട്രമാണ്, വികസിത രാഷ്ട്രമൊന്നും ആയിട്ടില്ല. ബില്യൺസ് ഓഫ് ആളുകൾ ഇപ്പോഴും പോവർട്ടി ലൈനിൽ തന്നെയാണ്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഫുഡ് സെക്യൂരിറ്റി നിയമം മൂലവും ഭക്ഷ്യസുരക്ഷാ നിയമം മൂലമൊക്കെ കുറച്ച് റേഷനൊക്കെ പാവങ്ങൾക്ക് കിട്ടി ഒരു വിധത്തിലൊക്കെ പിടിച്ചു പോകുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളുടെ വ്യവസ്ഥിതി എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് ഇപ്പോൾ വളരെ ഒരു സംശയമായിരിക്കുകയാണ്. കോൺഗ്രസ് ഗവൺമെൻറ്
മെയിനായിട്ട് സയൻസിനും എഡ്യൂക്കേഷനും ഒക്കെ പ്രാധാന്യം കൊടുത്തു. ഇപ്പോഴത്തെ ഗവൺമെൻറ് പൊതുവെ എല്ലാവരും അഭിപ്രായപ്പെടുന്നത് ഭൂരിഭാഗവും റിലീജിയസ് മൈൻഡിലാണ്. റിലീജിയസ് ഉദാഹരണം അയോധ്യ ടെമ്പിൾ പണിതു, അതേപോലെ ഓരോ ഇങ്ങനെയുള്ള റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നു. വികസനം എന്ന് പറയുന്നതൊക്കെയാണ്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് ചില നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ചില കാര്യങ്ങൾ ശക്തമായ ഗവൺമെൻറ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ കാശ്മീർ പണ്ടത്തെ കഴിഞ്ഞും ഒരു സമാധാനപരമായി കാശ്മീർ ഇന്ത്യയുടെ ഒരു ഭാഗമായി, അതൊരു വലിയൊരു കാര്യമാണ്. കോൺഗ്രസ് ഗവൺമെൻറ് ആണെങ്കിൽ അത് ഇന്ത്യയുടെ കൂട്ടിച്ചേർക്കുമെന്ന് നടക്കാത്തൊരു സ്വപ്നമാണെന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. എന്നിരുന്നാലും അത് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഭാഗമായി. അതേപോലെ തന്നെ ഡിഫൻസിൽ ഒരുപാട് പൈസ കൂടുതൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്, BJP ഗവൺമെൻറ് രാജ്യരക്ഷയ്ക്ക് വേണ്ടി മുടക്കുന്നുണ്ട്. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. കോൺഗ്രസ് ഗവൺമെൻറ്റും മുടക്കിയില്ല എന്നല്ല പറയുന്നത്, എങ്കിലും നല്ലവണ്ണം മുടക്കി രാജ്യസുരക്ഷ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് കോൺക്രീറ്റ് ബിൽഡിങ്ങുകളോ പാലങ്ങളോ റോഡുകളോ അത് വീണ്ടും പൊളിയും വീണ്ടും പണിയും, അതിൽ കമ്മീഷനുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ സബ് കോൺട്രാക്റ്റ് വന്ന് എത്ര കമ്മീഷൻ തട്ടും എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഓൾറെഡി ഇങ്ങനെയുള്ള മേനി നടിക്കുന്നതിനൊപ്പം തന്നെ കണ്ടമാനം 205 ലക്ഷം കോടി കടം, വിദേശത്ത് ഒക്കെയുള്ള കടം മേടിച്ച് ഉള്ള ഡെവലപ്മെൻറ്റ് എവിടെ എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ നമുക്ക് പ്രധാനമായിട്ടുള്ളത് നാഷണൽ ഇൻറ്റഗ്രിറ്റിയാണ്. ഇന്നത്തെ കോടതികളുടെയൊക്കെ സ്ഥിതി, ഗവൺമെൻറ് അവരുടെ അധികാരം കോടതികളിലൊക്കെ വിനിയോഗിക്കുന്നതുകൊണ്ട് കോടതികളുടെയൊക്കെ സ്ഥിതി, ചില കേസുകളൊക്കെ 40-50 തവണ മാറ്റിവെച്ചു, ചില കേസുകൾ എടുക്കുന്നില്ല. സുപ്രീം കോടതി തന്നെ ഭയപ്പെട്ട് വിധിക്കുന്ന പോലെയുണ്ട്, ഇടയ്ക്കൊക്കെ വിധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സോഷ്യൽ സെക്യൂരിറ്റി, ആദ്മികളുടെ സെക്യൂരിറ്റി, അവരുടെ നിയമം എവിടെ വരെ എത്തി നിൽക്കുന്നുവെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി, രാജ്യത്തിൻ്റെ യൂണിറ്റി ആൻഡ് പോവർട്ടി ഇറാഡിക്കേഷൻ, ദരിദ്ര നിർമ്മാർജ്ജനം ഒരു വലിയ കാര്യം തന്നെയാണ്. എങ്കിലാണ് ഒരു വികസിത രാജ്യമാവുള്ളൂ. അതായത് 1-2 പേര് അല്ലെങ്കിൽ മഫിയകൾ ഒരുപാട് വികസിച്ചിട്ട്, അല്ലെങ്കിൽ GDP കൂടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് പണം കുന്നുകൂടിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇവൻ അമേരിക്കയിൽ തന്നെ അങ്ങനെയാണ്. പണമുള്ളവൻ്റെ ഉണ്ട്, ഇല്ലാത്തവൻ്റെ ആരും ഇല്ല. പാവങ്ങൾ ദാരിദ്ര്യം പിടിച്ച് മഫിയായും ഡ്രഗുമായിട്ട് അമേരിക്കയിൽ നിത്യകാഴ്ചയാണ്. വഴി കൂടെ ഒന്നുമില്ലാതെ നടക്കുന്ന ജിപ്സികളെ പോലെ യാതൊരു പുരോഗതിയില്ലാത്ത ആൾക്കാരും ധാരാളമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വികസനം നമുക്കുണ്ടായിട്ട് കാര്യമില്ല. സുഹൃത്തുക്കളെ, ഏറ്റവും വലുത് ഭരണഘടനയാണ്. ഭരണഘടനയും സ്വാതന്ത്ര്യവും സമത്വവും ഇല്ലെങ്കിൽ എന്ത് ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല. ഒരു തത്തേനെ പിടിച്ച് അല്ലെങ്കിൽ ഒരു കിളിയെ പിടിച്ച് കൂട്ടിലിട്ടിട്ട് അതിന് എന്ത് കൊടുത്തു കഴിഞ്ഞാലും അഴിച്ചുവിടുമ്പം അത് സ്വതന്ത്രമായി പറന്നു പോകും. അതേപോലെ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ആണ് വലുത്. അതില്ലെങ്കിൽ എന്തുണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല. നമ്മൾ മനുഷ്യർ ഏകോദര സഹോദരങ്ങളായിട്ട് ജാതിയും മതവും വർഗവും എല്ലാം പറഞ്ഞ് തമ്മിൽ തല്ലി ലോകം മുഴുവൻ അതിൻ്റെ തിക്താനുഭവങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. എഡ്യൂക്കേഷൻ, അതേപോലെ പാവങ്ങളുടെ ഉന്നമനം, ദരിദ്ര നിർമ്മാർജ്ജനം, ഇതൊക്കെയാണ് വേണ്ടത്. അല്ലാതെ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകളെ തമ്മിൽ തല്ലിച്ചിട്ടുള്ളതൊക്കെ ഉള്ള പൊളിറ്റിക്സ് ഒന്നും നല്ലതല്ല. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. താങ്ക് യു. ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു.